പാഠം 15 ടേസ്. പാഠത്തിൻ്റെ പേര് ടേസ് എന്നാണ്. പണീശ്വർനാഥ് രേണു ആണ് ടേസ് എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു. ജന്മം 4 മാർച്ച് 1921 ഔറാഹി ഗിംഖാന അരിയ ബീഹാർ में हुआ പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. उन्होंने काशी हिंदू विश्वविद्यालय से पढ़ाई की. കാശിയിലെ വിശ്വവിദ്യാലയത്തിലാണ് അദ്ദേഹം പഠിച്ചത്. एक സ്വതന്ത്ര സേനാനി के रूप में भूमिका निभाई. ഒരു സ്വതന്ത്ര സേനാനിയായിരുന്നു ആര്? പണീശ്വർനാഥ് രേണു. എനിക്ക് ഗ്രന്ഥാവലി പണീശ്വരാണു ഗ്രന്ഥാവലി നാം സെ ഉപലബ്ധ ഹെ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥാവലി പണീശ്വർനാഥ് നാം സെ ഉപലബ്ധമാണ്. അദ്ദേഹത്തിൻ്റെ നിധൻ 1922 ഏപ്രിൽ 11 അദ്ദേഹം മരിക്കുന്നത്. സാരാംശം നോക്കാം. ടേസിൻ്റെ സാരാംശമാണ്. पणीश्वरनाथ रेणु की कहानी टेस विशुद्ध ग्रामीण अंचल के एक बुनकर के जीवन की बदलती अवस्थाओं के चित्रित करते हैं. പണീശ്വർനാഥ് രേണുവിൻ്റെ ടേസ് എന്ന കഹാനി ഗ്രാമീണ അഞ്ചൽ കെ ഏക് ബുൻകർ, ഗ്രാമീണ ചുറ്റുപാടിൽ വളർന്നിട്ടുള്ള ഒരു ബുൻകർ എന്ന് പറഞ്ഞാൽ എന്താ? നെയ്ത്തുകാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതിനാണ്. ബദൽത്തി മാറുന്ന അവസ്ഥകളെയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. समय के साथ बदलते उत्पादन के तरीके ने ग्रामीण अंचल के अनेक छोटे छोटे कारीगरों के बेकार कर दिया है. സമയക്കെ സാത്ത്, സമയത്തിൻ്റെ കൂടെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പാദനം ഓരോ സ്റ്റെപ്പായിട്ട് ഗ്രാമീണ അഞ്ചൽക്ക്, ഗ്രാമീണ ചുറ്റുപാടുകളിൽ അനേക ചോട്ടെ കാരീഗരോങ്കു ബേക്കാർ കരുതിയ ചെറിയ ചെറിയ കാർഖാനകൾ, നമ്മളെ ഫാക്ടറി പോലത്തുള്ളത് വെറുതെ ആയി, ബേക്കാറായി എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. ഇൻമേ ഏക് സിർജൻ നാമക മുൻകർ ബി ഹെ. സിർജൻ എന്ന് പറയുന്ന ഒരു സിർജൻ എന്ന പേരുള്ള ഒരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. കബി സമയതാക്കി സിർജനെ കാം കർവാനെ കേലെ ഗാവ് വാലോമേ പ്രതിസ്ഥാപർത്ത് ഹുവാ കർത്തി ഹെ. എല്ലാ സമയത്തും എന്താണ്? സിർജന് ജോലി ചെയ്യുന്നതിന് വേണ്ടി ഗാവ് വാലോക്ക് പ്രതിസ്പർദ്ധ ഹുവാ കർത്തി ഹെ എന്നാണ്. ഗ്രാമത്തിലുള്ളവരും ഇയാളും തമ്മിൽ എപ്പോഴും നല്ല രീതിയിലല്ല പോയിരുന്നതെന്ന് പറയുന്നു. സ്പർദ്ധനം ഉണ്ടാവാറുണ്ടായിരുന്നു. സിർജൻ को लुभाने के लिए अच्छे अच्छे स्वाद्य पदार्थ बनाए जाते और उसके तीखी सी जुबावन को हंसकर सहन किया जाता है. സിർജന് എല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി നല്ല നല്ല ഖാദ്യപദാർത്ഥങ്ങൾ ഇയാളും ഉണ്ടാക്കിയിരുന്നു. ഉസ്കി തീക്കി തേസ് ജുബാവൻ കോ ഹസ്കർ സഹൻ കിയ. ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചിരിച്ചുകൊണ്ട് തള്ളി നീക്കുമായിരുന്നു. പരന്തു സിർജൻ കെ മനോഭാവം കോ പർഖാനേക്ക് സമർത്ഥ ഗാവാലോമേ ദിക്കായി നഹി ദേത്തി. എന്നാൽ സിർജൻ്റെ മനോഭാവങ്ങൾ പരിശോധിക്കാനായിട്ട് സമർത്ഥരാരും ആരുണ്ടായിരുന്നില്ല, ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. इनके लिए सिर्जन के चिक और शीतल पाड़ी जैसी चीज़ बुनाने वाला केवल एक उपकरण मात्र बनकर रह गया है. എന്നുള്ള കർട്ടനും അതുപോലെ തന്നെ പായകളും, തണുത്ത പായകളൊക്കെ ആരുണ്ടാക്കിയിരുന്നു? ഉപകരണം മാത്ര ബൻകർ രഹ് ഗയാ ഹെ. അദ്ദേഹത്തിൽ ആ കാര്യം മാത്രമേ, ഇത് രണ്ടും മാത്രമേ ആരുണ്ടാക്കിയിരുന്നുള്ളൂ? സിർജന് ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഗാവ്കി ലഡ്കി സസുരാൾ ജാ രഹി ഹെ. ഗ്രാമത്തിലെ ലഡ്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൾ. സസുരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു. जो उसे सिर्जन ने हाथ की बुनी हुई चिक और शीतल पाड़ी चाहिए क्योंकि इन वस्तुओं को ले जाने से ससुराल में उसका मन बढ़ता है. എന്താ? ചിക്കും ശീതൽപ്പാടിയൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനുണ്ടാക്കിയത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ മകളവസ്ഥ കുറച്ച്, അവരുടെ മനസ്സൊക്കെ നല്ല കുറച്ചും കൂടി അവളോട് ഇഷ്ടം തോന്നും എന്നാണ് പറയുന്നത്. സിർജൻ ഈസ് ബാത്ത് വലിയ പ്രകാർ സംജാത്ത ഹെ. വേറെ രീതിയിൽ മനസ്സിലാക്കി. പരന്തു അപമാൻ സഹൻ നെഹി കർ പാത്ത ഹെ. എന്താ? അത് അവളെ
ഇഷ്ടമായില്ലെങ്കിൽ അത് അപമാനത്തിലേക്ക് നയിച്ചില്ല എന്ന് പറയുന്നു. കൊടുത്തേക്കാണ്ടിരുന്നില്ല. माइंड होने के बावजूद भी सृजन गांव की बेटी के सम्मान किए हुए अपनी अद्भुत कारीगरी से बनाई हुई वस्तुओं को बैंड कर देता है. എന്നാലെന്താ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് മകളുടെ കയ്യിലേക്ക് അത് പോകുമ്പോൾ അത് എന്താണ് മകളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്നു. प्रस्तुत कहानी में एक कलाकार के स्वाभिमान और उसके मनोभाव का अत्यंत सूक्ष्म चित्रण किया गया है. പ്രസ്തുത കഹാനിയിൽ കലാകാരൻ്റെ സ്വാഭിമാനത്തെയും മനോഭാവത്തെയുമാണ് നല്ല സൂക്ഷ്മമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ബുൻകർ കെ രൂപ में സൃജൻ एक अद्भुत लोक कलाकार है. ബുൻകർ എന്ന നെയ്ത്തുകാരൻ രീതിയിൽ സൃജൻ നല്ല അത്ഭുത കലാകാരനാണ്. परंतु लोग उसकी कदर नहीं करते बल्कि केवल अपना अपना स्वार्थ सिद्ध करते हैं. അവനെ വില കുറച്ച് ബാക്കിയുള്ളവരൊക്കെ അവനെ വില കുറച്ച് കണ്ടിരുന്നു. ബൽക്കി കേവൽ അപ്പന സ്വാർത്ഥ സിദ്ധ കർത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവനെ ഉപയോഗിച്ചിരുന്നത്. इसके बाद सृजन किसी बुनाई के एजदन नहीं लेता है. ആരുടെ കയ്യിൽ നിന്നും കാശും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെയ്തിട്ട് കൊടുത്താലും എന്താണ് ആരുടെ കയ്യിൽ നിന്നും കാശൊന്നും വാങ്ങിയിരുന്നില്ല. സൃജൻ अपने कुछ दुख है जिसे समाज कोई वास्ता नहीं है. कहानी में बिहार आंचलिक शब्दों का भरपूर प्रयोग हुआ है. കഹാനിയിൽ ആഞ്ചലിക് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ഒരുപാട് പ്രയോഗം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഭാഷ സഹജ് സരൾ ഏവം വിഷയ്ക്ക് അനുകൂലി ഹെ. ഭാഷ സരളവും വിശാലവും അതുപോലെ തന്നെ സഹജവുമാണ്. കഹാനിക്ക് അത്യന്ത രോചക ഏവം മാർമിക ഹെ. അത്യന്തം മാർമികമായിട്ടുള്ള അവസാനത്തെ അത്യന്തം രോചകവും മാർമികമായിട്ടുള്ള ഭാഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജിസ്മെ ഏക് കലാകാർ കി മനോഭാവം കാ സമ്പൂർണത ചിപ്പി ഹുയി ഹെ. കലാകാരൻ്റെ മനോഭാവങ്ങളുടെ സമ്പൂർണമായിട്ടും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കഹാനിയാണ് എന്തെന്ന് പറയുന്നത് ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബുൻകറിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വഴിത്തിരിവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവരുടെ കഴിവിനെ ആരും തന്നെ അംഗീകരിക്കില്ല. അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക കളിയാക്കൽ അയാളുടെ കഴിവിനെ പരിഹസിക്കലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആരും എന്ത് ചോദിച്ചു വന്നാലും അദ്ദേഹം എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. കാശ് ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നില്ല. ഇതാണ് ടേഴ്സിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്.